8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ആക്ടിവിറ്റി കാർഡിന്റെ ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് 7 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്തി ആയത് കാരണം 2 പാർട്ടായിട്ടാണ് ഞാനിതിന്റെ ആൻസേഴ്സ് ഇട്ടിട്ടുള്ളത്. ആദ്യത്തെ പാർട്ടിൽ 1-ാമത്തെ ചാപ്റ്റർ മുതൽ 3ാമത്തെ ചാപ്റ്റർ വരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻസർ നോക്കാം. 1ാമത്തെ ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. 1ാമത്തെ ആക്ടിവിറ്റി, യു നോ ദാറ്റ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. The arrangement of these particles are not the same in all states. Observe the given figure. നമ്മൾ പഠിച്ചു എല്ലാ മാറ്ററും നിർമ്മിച്ചിരിക്കുന്നത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. പിന്നെ 3 സ്റ്റേറ്റ്സ്, മെയിൻ ആയിട്ട് 3 സ്റ്റേറ്റ് പഠിച്ചു: സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. അതിൽ ഇൻ വിച്ച് സ്റ്റേറ്റ് ഡു ദീസ് പാർട്ടിക്കിൾസ് റിമെയിൻ ക്ലോസ്ലി പാക്ഡ്? ഇതിലെ ഏത് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് ക്ലോസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പിക്ചറിൽ തന്നെയുണ്ട് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ്. ഇതിൽ സോളിഡ് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ചാപ്റ്ററിൽ. ഒത്തിരി ക്ലോസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അത് സോളിഡ് ആയിട്ട് മാറും. കുറച്ചുകൂടെ ലൂസ് ആകുമ്പോൾ അത് ലിക്വിഡ്. പിന്നെയും പാർട്ടിക്കിൾസ് ഒത്തിരി അകന്ന് സ്ഥിതി ചെയ്യുമ്പോൾ അത് ഗ്യാസ് ആയിട്ട് മാറും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഡു ദീസ് പാർട്ടിക്കിൾസ് റിമെയിൻ ഫാർ അപ്പാർട്ട്? ഒത്തിരി അകന്ന് സ്ഥിതി ചെയ്യുന്നത് ഗ്യാസിലാണ്. The arrangement of particles changes during the change of state. Complete the given table related to this change in particle arrangement. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പാർട്ടിക്കിൾസ് മാറും തോറും അതിന്റെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിലും വ്യത്യാസം വരും. അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക്, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക്. അതിൽ ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ്. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ സോളിഡ് ആകുമ്പോൾ ക്ലോസ്ലി പാക്ഡ് ആണ്, ലിക്വിഡ് ആകുമ്പോൾ കുറച്ചുകൂടെ അത് ലൂസ് ആവും. അപ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോളിഡിൽ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡിലാകുമ്പോൾ കുറച്ച് മൂവ്മെന്റ് വരും. ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോഴോ, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലോട്ട് പോകുമ്പോൾ മൂവ്മെന്റ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇൻക്രീസസ്. എനർജി ഓഫ് പാർട്ടിക്കിൾസ്. എനർജി എങ്ങനെയായിരിക്കും? സോളിഡിലായിരിക്കുമ്പോൾ ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് അതിന് അനങ്ങാനൊന്നും പറ്റത്തില്ല, എനർജി ഒന്നും ഇല്ലാതിരിക്കും. അപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് പോകുമ്പോൾ അതിന് കുറച്ച് എനർജി കിട്ടും. അപ്പോൾ എനർജി ഇൻക്രീസസ്. ദെൻ ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോഴോ നല്ല എനർജി ആയിരിക്കും, അങ്ങനെ ഇൻക്രീസസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. സോളിഡിലാകുമ്പോൾ ക്ലോസ്ലി പാക്ഡ് ആണ്, അത് ടൈറ്റ് ആയിട്ട് അട്രാക്ട് ചെയ്തിരിക്കും, അതിന് അനങ്ങാൻ പറ്റത്തില്ലല്ലോ, ടൈറ്റ് ആയിട്ട് ഇരിക്കും. ദെൻ സോളിഡ് ടു ലിക്വിഡിലാണെങ്കിൽ അതിന്റെ അട്രാക്ഷൻ കുറയും, കുറച്ച് ലൂസ് ആവുമല്ലോ, അപ്പോൾ അട്രാക്ഷൻ കുറയും. ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോഴേ ഡിക്രീസസ് ആണ്, അത് ഒത്തിരി അകന്നകന്ന് സ്ഥിതി ചെയ്യും, അപ്പോൾ അട്രാക്ഷൻ ഒത്തിരി കുറയും. രണ്ടാമത്തെ ആക്ടിവിറ്റി, യു നോ ദാറ്റ് സബ്സ്റ്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും മിക്സ്ചർ ആയിട്ടും സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പഠിച്ചു. ഷുഗർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്, വേറാസ് ഷുഗർ സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ. ഷുഗർ എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, എന്നാൽ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു മിക്സ്ചർ ആണ്. ഷുഗറിൽ വാട്ടറോടെ വരുന്നുണ്ട്, അതുകൊണ്ട് അതൊരു മിക്സ്ചർ ആണ്. സിമിലർലി സോൾട്ട് സൊല്യൂഷൻ കണ്ടെയ്ൻ സോൾട്ട് ആൻഡ് വാട്ടർ. സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ടുമുണ്ട്, വാട്ടറുമുണ്ട്. ദെർ ആർ വേരിയസ് മെത്തേഡ്സ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് സച്ച് മിക്സ്ചേഴ്സ്. അപ്പൊ സെപ്പറേഷൻ ടെക്നിക്സ് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അനലൈസ് ദ ഫിഗർ. ഈ ഫിഗർ നമ്മൾ പഠിച്ചതാണിത്. വിച്ച് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് ദ ഗിവൺ മിക്സ്ചർ. അപ്പൊ ഇവിടെ സോൾട്ട് സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. ഇത് ഏത് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മെത്തേഡായിരുന്നു? ഡിസ്റ്റിലേഷൻ. ഇത് നമുക്കറിയാം, സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് സോൾട്ടും വാട്ടറും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചത്. ഇതിന്ന് സോൾട്ട് സൊല്യൂഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ വേപ്പറായിട്ട് പോവും, അത് പിന്നെ കണ്ടൻസർ ഉപയോഗിച്ച് കണ്ടൻസ് ചെയ്ത് വാട്ടർ കളക്ട് ചെയ്യും, സോൾട്ട് പ്രത്യേകിച്ച് കളക്ട് ചെയ്യും. ഐഡന്റിഫൈ ദ കമ്പോണന്റ് വിച്ച് അണ്ടർഗോസ് ഇവാപറേഷൻ. ഇവിടെ ഇവാപറേഷൻ നടന്ന കമ്പോണന്റ് ഏതായിരുന്നു? വാട്ടർ. വാട്ടർ ആണ് ഇവാപറേറ്റ് ചെയ്ത് പോയത്. വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് റിമൈൻസ് ഇൻ ദ ഫ്ലാസ്ക്. ഫ്ലാസ്കിൽ അവശേഷിക്കുന്നത് ഏതാണ്? സോൾട്ട്. What happens to the water vapor when it passes through the condenser? കണ്ടൻസറിലൂടെ വാട്ടർ വേപ്പർ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ വേപ്പർ ചേഞ്ച്ഡ് ഇൻടു ലിക്വിഡ്. അത് കണ്ടൻസ് ചെയ്ത് അവിടെ കൂടെ വാട്ടർ വേപ്പർ പോകുമ്പോൾ അത് തണുത്ത് വെള്ളമായിട്ട് മാറും. ബൈ വാട്ട് നെയിം ഈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ടേക്കിംഗ് പ്ലേസ് ഹിയർ നോൺ? ഇവിടെ നടക്കുന്ന ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്റെ പേരെന്താണ്? കണ്ടൻസേഷൻ. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ക്രൊമാറ്റോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പുട്ട് എ ബ്ലാക്ക് സ്പോട്ട് യൂസിംഗ് എ സ്കെച്ച് പെൻ on one end of the filter paper or newsprint. Filter paper cut like a ribbon. റിബൺ മാതിരി കട്ട് ചെയ്ത് ഒരു ഫിൽറ്റർ പേപ്പർ എടുക്കുക. ഫിൽറ്റർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പ്രിന്റ് എടുക്കുക. ന്യൂസ് പേപ്പറിന്റെ സൈഡിലുള്ളതായാലും മതി. കീപ് ഇറ്റ് ഡിപ്പ് ഇൻ ദ വാട്ടർ ഇൻ എ ബീക്കർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ.
ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു പേപ്പറിൽ, ഫിൽറ്റർ പേപ്പറിൽ സ്കെച്ച് പെൻ കൊണ്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് വെള്ളത്തിലേക്ക് മുക്കി വെക്കുക. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഓൺ ദ സ്പോട്ട് ഓഫ് ഇങ്ക്? ഈ ഇങ്കിൽ എന്ത് ചേഞ്ച് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? ദ ഡിസോൾവ്ഡ് ഇങ്ക് മൂവ്സ് അപ്പ് അലോങ് ദി പേപ്പർ. ഈ പേപ്പറിൽ കൂടെ ഈ ഇങ്ക് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ദ ഇങ്ക് സെപ്പറേറ്റഡ് ഇൻ ടു ഡിഫറെന്റ് കളേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഈ ഇങ്ക് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് മാറും. കണ്ടോ, മുകളിലേക്ക് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് മാറും. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ ഡിഫറെന്റ് കളേഴ്സ് ഫൗണ്ട് ഓൺ ദി ഫിൽറ്റർ പേപ്പർ? അപ്പോൾ ഇതിൽ ഡിഫറെന്റ് കളർ കണ്ടതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ്. അപ്പോൾ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചൊരു മെത്തേഡാണിത്. ഈ മെത്തേഡിന് പറയുന്ന പേരെന്തായിരുന്നു? ക്രൊമാറ്റോഗ്രഫി. ആഫ്റ്റർ ദി എക്സ്പെരിമെന്റ് പേസ്റ്റ് ദ ഫിൽറ്റർ പേപ്പർ ഹിയർ. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആ പേപ്പർ ഇവിടെ ഒട്ടിച്ചു വെക്കണം കേട്ടോ. വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ, ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ. ഒന്നാമത്തെ ആക്ടിവിറ്റി, ദ എർത്ത് ഈസ് റിച്ച് ഇൻ വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ്. ദീസ് ഇൻക്ലൂഡ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എർത്തിൽ എലമെന്റ്സും ഉണ്ട്, കോമ്പൗണ്ട്സും ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ് ഒരു തവണ, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. A few substances are given, classify and tabulate them into elements and compounds. അപ്പോൾ ഇവിടെ കുറച്ച് സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് എലമെന്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിംപ്ലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ചെറിയ എലമെന്റ്സ് ചേർന്നുണ്ടാകുന്ന സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഇത് എലമെന്റ്സ് ആണ്. ഇതിലെ കോമ്പൗണ്ട്സ് വാട്ടർ, ഷുഗർ, സോഡിയം ക്ലോറൈഡ്. പിന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നോക്കിയാൽ എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് മോർ സബ്സ്റ്റൻസസ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് അറിയാവുന്ന സബ്സ്റ്റൻസസ് ഉപയോഗിച്ച് ഈ ടേബിൾ വലുതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എലമെന്റ്സ് അറിയാവുന്നത് എഴുതുക, കോമ്പൗണ്ട്സ് എഴുതുക. നൈട്രജൻ ഒരു എലമെന്റ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കോമ്പൗണ്ട് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നതും കൂടെ എഴുതുക. ടേക്ക് എ സ്പൂൺഫുൾ ഓഫ് ഷുഗർ ആൻഡ് ഹീറ്റ് ഇറ്റ് ഇൻ എ ഗ്യാസ് ബർണർ. റെക്കോർഡ് ദി ഒബ്സർവേഷൻ. അപ്പോൾ ഒരു സ്പൂൺ ഷുഗർ എടുത്ത് ഹീറ്റ് ചെയ്യാം. എന്ത് സംഭവിക്കും? കാർബൺ ഈസ് ഒബ്റ്റെയിൻഡ്. ഷുഗർ കരിഞ്ഞു കിട്ടും അല്ലെ നമുക്ക്. പിന്നെ എന്താ അവിടെ കാണുന്നത്? വാട്ടർ ഇൻ ദ ഷുഗർ ഈസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ സ്പൂൺ. അപ്പോൾ ഈ ഷുഗറിൽ ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതും കൂടെ ഈ സ്പൂണിന്റെ സൈഡിൽ കാണുന്നതായിട്ട് കാണാം. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഷുഗർ? ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സബ്സ്റ്റൻസ് കിട്ടും? കാർബണും വാട്ടറും. വിച്ച് അമംഗ് ദീസ് സബ്സ്റ്റൻസ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് അഗൈൻ? ഇതിന് പിന്നെയും നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ഏതാണ്? ഈ കാർബണിലും വാട്ടറിലും. വാട്ടറാണ് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നത്, കാർബൺ പറ്റില്ല. കാരണം കാർബൺ ഒരു എലമെന്റ് ആണ്. നമുക്കതിനെ സിംപ്ലർ കമ്പോണൻസ് ആയിട്ട് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു പ്യുവർ എലമെന്റ് ആണ് കാർബൺ. അപ്പോൾ വാട്ടറിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാം. വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു ഡീകമ്പോസ് വാട്ടർ? വാട്ടർ ഡീകമ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്താണ് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് മാറ്റുന്നത്. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ഫോംഡ് ബൈ ദി ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ? വാട്ടർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡീകമ്പോസ് ദീസ് സബ്സ്റ്റൻസ് അഗൈൻ? ഇതിനെ പിന്നെയും ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് പ്യുവർ എലമെന്റ്സ് ആണ്. ദ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് cannot be further decomposed through chemical processes are called. കെമിക്കൽ പ്രോസസ്സിലൂടെ ആയാലും പിന്നെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എലമെന്റ്സ്. റൈറ്റ് ദ സിംബിൾസ് ഓഫ് ദ ഫെമിലിയർ എലമെന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എലമെന്റ്സിന്റെ പേരും സിംബലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക കേട്ടോ. പീരിയോഡിക് ടേബിൾ നോക്കി എഴുതിയാൽ മതി. കാർബൺ അതിന്റെ സിംബൽ സി, ഓക്സിജൻ അതിന്റെ സിംബൽ ഒ, ഹൈഡ്രജൻ എച്ച്. ടാബുലേറ്റ് ദ ഗിവൺ മോളിക്യൂൾസ് അപ്രോപ്രിയേറ്റ്ലി. ഈ തന്നിരിക്കുന്ന മോളിക്യൂൾസിനെ ടേബിളിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് എഴുതുക. ടേബിളിൽ മോണോ അറ്റോമിക്, ഡയ അറ്റോമിക്, പോളി അറ്റോമിക്. മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആറ്റം മാത്രമുള്ളതാണ് മോണോ അറ്റോമിക്. രണ്ട് ആറ്റങ്ങൾ അടങ്ങിയതിനെയാണ് ഡയറ്റോമിക് എന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക്. ഇവിടെ ഹൈഡ്രജൻ 2 ആറ്റമുള്ളതാണ് ഡയറ്റോമിക്. സൾഫർ S8 ആണ് പോളി അറ്റോമിക്. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് എഴുതുക. മോണോ അറ്റോമിക്കിൽ ആർഗണും നിയോണും, ഡയറ്റോമിക് ക്ലോറിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ഇവിടുന്ന് എടുത്ത് എഴുതുക. പോളി അറ്റോമിക് S8 P4. മോളിക്യൂൾസ് കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ 2 ആറ്റംസ് ആർ കോൾഡ്. ഈ രണ്ടിൽ കൂടുതൽ ആറ്റംസ് അടങ്ങിയിട്ടുള്ളതിനെ പറയുന്നത് പോളി അറ്റോമിക് മോളിക്യൂൾസ്.
ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസും എഴുതണം, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും എഴുതണം. നോക്കിയേ, ഓക്സിജൻ O2, ഇതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 1. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പർ ആണ് 1. 1 ആകുമ്പോൾ നമ്മൾ ഇവിടെ എഴുതാറില്ല, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടില്ലാത്ത. ഒരു ഓക്സിജൻ മോളിക്യൂൾ ആണ് ഇവിടെ ഉള്ളത്, 1 ആണ്. എന്നാൽ ആറ്റം എത്രയുണ്ട്? 2 ഓക്സിജൻ ആറ്റം. ഈ താഴെ എഴുതുന്നതാണ് ആറ്റത്തിന്റെ എണ്ണം. ദെൻ 5Cl2, 5 ക്ലോറിൻ മോളിക്യൂൾ ആണുള്ളത്. 5 ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഹോൾ നമ്പർ എഴുതുക, 5. ക്ലോറിൻ, 2 ക്ലോറിൻ ആറ്റങ്ങൾ അടങ്ങിയ 5 എണ്ണമുണ്ട്. അപ്പോൾ 5 × 2 10. ഇവിടെ 10 വന്നത് എങ്ങനെയാ? 5 × 2 = 10. അപ്പോൾ P4ൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 1 മോളിക്യൂൾ. എത്ര ആറ്റം ഉണ്ട്? 4. 2NH3, ഇവിടെ 2 മോളിക്യൂൾ അമോണിയാണുള്ളത്. 2NH3, 2. ദെൻ എത്ര ആറ്റംസ് ഉണ്ട് ടോട്ടലി? നൈട്രജൻ 2 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ 2 × 3, 2 × 3 6. അപ്പോൾ 6 + 2 8. അങ്ങനെയാണ് എഴുതേണ്ടത്. ബാക്കിയുള്ള നോക്കിയേ, 5H2O 5 മോളിക്യൂൾസ് ആണുള്ളത് നമ്പർ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് വരുമ്പോൾ 15. 3NaCl 3, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 6. 2CO2 മോളിക്യൂൾസ് 2 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 6. The chemical equation of the reaction between magnesium and dilute hydrochloric acid is given. മഗ്നീഷ്യവും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. Mg + 2HCl gives MgCl2 + H2. വാട്ട് ആർ ദി റിയാക്ടൻസ്? ഇവിടുത്തെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം, റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. റിയാക്ട് ചെയ്ത് കിട്ടുന്ന സബ്സ്റ്റൻസ് പ്രോഡക്ട്സും. അപ്പോൾ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇവിടെ റിയാക്ടൻസ്. മഗ്നീഷ്യം, HCl. റൈറ്റ് ഡൗൺ ദ പ്രോഡക്ട്സ് ഫോംഡ് ഹിയർ. ഇവിടെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഫോം ചെയ്തത്? മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും. Complete the following table relating to the number of atoms at the reactant side and the product side. Reactant സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയത് എഴുതാൻ എളുപ്പത്തിന്. Mg + 2HCl gives MgCl2 + H2. ഇവിടെ റിയാക്ടന്റ് സൈഡിൽ Mg എത്രയുണ്ട്? 1. പ്രോഡക്റ്റ് സൈഡിൽ Mg 1, ഒരു ആറ്റമാണ് ഉള്ളത്. ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ക്ലോറിൻ റിയാക്ടന്റ് സൈഡിൽ 2 ക്ലോറിൻ, പ്രോഡക്റ്റ് സൈഡിലും 2 ക്ലോറിൻ. കൺസിഡർ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് അറ്റ് ദ റിയാക്ടന്റ് സൈഡ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ് ഇൻ ദിസ് റിയാക്ഷൻ. ആർ ദി സെയിം? അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലെയും റിയാക്ടന്റ് സൈഡിലെയും ആറ്റങ്ങൾ തമ്മിൽ സെയിം ആണോ? മഗ്നീഷ്യം 1 1, ഹൈഡ്രജൻ 2 2, ക്ലോറിൻ 2 2, സെയിം ആണ്. അപ്പോൾ യെസ്. ഈസ് ഇറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? ഇത് ബാലൻസ് ചെയ്ത കെമിക്കൽ ഇക്വേഷൻ ആണോ? ആണ് അല്ലെ. രണ്ട് സൈഡും റിയാക്ടന്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ആറ്റംസിന്റെ എണ്ണം ഈക്വൽ ആണ്. അപ്പോൾ അത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. വിച്ച് among the given equation is a balanced chemical equation? ഇതിൽ ഏതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? നമുക്കറിയാം, റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും ഒരുപോലെ ആകണം. ഇവിടെ മഗ്നീഷ്യം 2 ഉണ്ട്, ഇവിടെ മഗ്നീഷ്യം 2. ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, ഇവിടെയും ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇത് നൈട്രജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ തന്നെ അത് ബാലൻസ്ഡ് അല്ല. കൺസിഡർ ദ റിയാക്ഷൻ H2O2 gives H2O + O2. Write down the total number of atoms of each element at the reactant side and product side. ഇപ്പോൾ റിയാക്ടന്റ് സൈഡിലുള്ള ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 2. ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ നോക്കിയാൽ 2 + 1 3 ഉണ്ട്. അപ്പോൾ ഇത് ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ദെയർ അറ്റ് ദ റിയാക്ടന്റ് സൈഡ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്? റിയാക്ടന്റ് സൈഡിൽ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം. ഹൗ മെനി ഓക്സിജൻ? ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 3 എണ്ണം. ബാലൻസ് ദ എബോവ് കെമിക്കൽ ഇക്വേഷൻ. ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. അതായത് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഒരുപോലെ ആറ്റംസ് വരത്തൊക്കെ വേണം എഴുതുക. അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ 2H2O2 gives 2H2O + O2 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, കെമിക്കൽ ചേഞ്ചസ്. 1ാമത്തെ ആക്ടിവിറ്റി, എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ അറൌണ്ട് us daily, doesn't it? These changes can be classified into physical changes and chemical changes. അപ്പോൾ നമുക്ക് ചുറ്റും ധാരാളം ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതിന് ഫിസിക്കൽ ചേഞ്ചസ് എന്നും കെമിക്കൽ ചേഞ്ചസ് എന്നും ആക്കി ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ ചേഞ്ചസ് ആർ ടെമ്പററി ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അത് പിന്നെയും തിരിച്ച് ആ സബ്സ്റ്റൻസിലേക്ക് തന്നെ വരാൻ പറ്റും. കെമിക്കൽ ചേഞ്ചസ് ആർ പെർമനന്റ് ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ചേഞ്ച് ആണ്. അത് പിന്നെ തിരിച്ച് പഴയ സബ്സ്റ്റൻസിലോട്ട് വരുന്നില്ല. ഇൻ എ ഫിസിക്കൽ ചേഞ്ച് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്.
ഫിസിക്കൽ ചേഞ്ചിലാണെങ്കിൽ സബ്സ്റ്റൻസസ് പുതിയതായിട്ട് ഉണ്ടാവുന്നില്ല. ബട്ട് ഇൻ എ കെമിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. കെമിക്കൽ ചേഞ്ച് ആണെങ്കിൽ അതിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. സർട്ടൺ ചേഞ്ചസ് ആർ ഗിവൺ ബിലോ. കുറച്ച് ചേഞ്ചസ് തന്നിട്ടുണ്ട്. അതിന് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചുമായിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതുക. നോക്കിയേ, വുഡ് ഈസ് കട്ട് ഇൻ ടു സ്മോൾ പീസസ്. വുഡ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കുന്നു. അത് ഫിസിക്കൽ ആണോ കെമിക്കൽ ആണോ? കെമിക്കൽ ചേഞ്ച് അല്ലേ, പെർമനന്റ് ആയിട്ടല്ലേ, അതിനെ പിന്നെ തിരിച്ചു വുഡാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കെമിക്കൽ ചേഞ്ച് ആണ്. ഞാൻ 1 2 3 4 5 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്പറാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾ ഈ സെന്റൻസ് എടുത്ത് ഇതുപോലെ എഴുതുക കേട്ടോ. ഇവിടെ മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകുരുകുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്, തിരിച്ചു മെഴുകു തന്നെയാണ് ഉണ്ടാകുന്നത്. ബേണിംഗ് ഓഫ് ഫയർ വുഡ്, വിറക് കത്തുന്നത് കെമിക്കൽ ചേഞ്ച്. വാട്ടർ ടേൺസ് ഇൻ ടു വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. സ്പാർക്ലേഴ്സ് എമിറ്റ് ലൈറ്റ് കെമിക്കൽ ചേഞ്ച് ആണ്. സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. അപ്പൊ ട്രൂ ഓർ ഫോൾസ് എന്ന് എഴുതുക. ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് ഡ്യൂറിംഗ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നതെങ്കിൽ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകും. ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിൽ ഉണ്ടാകില്ല. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ അത് ന്യൂ മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ട്രൂ ആണ്. ന്യൂ മോളിക്യൂൾസ് ആർ നോട്ട് ഫോംഡ് വെൻ വാക്സ് മെൽറ്റ്സ്. വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല, അത് ട്രൂ ആണ്. വെൻ വാട്ടർ ടേൺസ് ഇൻ ടു ഇറ്റ്സ് വേപ്പർ ഓൺലി ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ ഇറ്റ് ചേഞ്ചസ്. വാട്ടർ വേപ്പറായിട്ട് മാറുമ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് മാത്രമേ മാറുന്നുള്ളൂ, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല, ട്രൂ ആണ്. ന്യൂ മോളിക്യൂൾസ് ആർ നോട്ട് ഫോംഡ് വെൻ സ്പാർക്ലേഴ്സ് എമിറ്റ് ലൈറ്റ്. പുതിയ സബ്സ്റ്റൻസ്, സ്പാർക്ലേഴ്സ് എമിറ്റ് ലൈറ്റിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് ആണ്, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു തെർമോകെമിക്കൽ റിയാക്ഷൻ, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ഈ 3 റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ ഈസ് ഫെമിലിയർ ടു യു. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മഗ്നീഷ്യം ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ മഗ്നീഷ്യത്തിന്റെ സ്മോൾ പീസ് എടുക്കുക. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്യുക. കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. യു ക്യാൻ സീ ബബിൾസ് ഓഫ് എ ഗ്യാസ് റൈസിംഗ് അപ്പ്. അപ്പൊ കുറച്ച് ബബിൾസ് വരുന്ന കാണാൻ ഗ്യാസ് ആണ് വരുന്നത്. അതേത് ഗ്യാസ് ആണ്? ഹൈഡ്രജൻ. ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ നമ്മൾ പിടിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഹോട്ട്. ഗീവ് ദ റീസൺ. അത് ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. എന്താണ് അതിന് കാരണം? എന്താ കാരണം? വെൻ മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹീറ്റ് ഈസ് ഇവോൾവ്ഡ്. മഗ്നീഷ്യം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഹീറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചൂട് തോന്നുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡസ് ദിസ് ബിലോങ് ടു? ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്? തെർമോകെമിക്കൽ റിയാക്ഷൻ. ഹീറ്റ് എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷനിലെ തെർമോകെമിക്കൽ റിയാക്ഷൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. Mg+2HCl gives MgCl2 plus dash plus heat. ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഗ്യാസ്, ഹൈഡ്രജൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻസ് ആൻഡ് ടാബ്ലേറ്റ് ദം. ഇവിടെ കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചേഞ്ച് ചെയ്തതുപോലെ അത് ഞാൻ 6 നമ്പർ ഇട്ടിട്ടുണ്ട്. തെർമോകെമിക്കൽ റിയാക്ഷൻ, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇത് ക്ലാസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്, നോക്കാം. Cells are widely used sources of energy. What is the energy change involved in the working of a cell? ഇവിടെ സെല്ലിൽ എന്ത് എനർജി ചേഞ്ച് ആണ് നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. മാച്ച് സ്യൂട്ടബിളി. സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ഏത് ഇൻസ്ട്രുമെന്റിലാണ് ഈ സെല്ലുകൾ ഉപയോഗിക്കുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ മാച്ച് ചെയ്ത് എഴുതുക. നോക്കിയാൽ ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത് റേഡിയോയിലാണ്. മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത് കാൽക്കുലേറ്റേഴ്സിലാണ്. നിക്കൽ കാഡ്മിയം സെൽ ഉപയോഗിക്കുന്നത് റീചാർജബിൾ ടോർച്ചസിലാണ്. ലിഥിയം അയൺ സെൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. അപ്പൊ ഞാനിവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കോളത്തിൽ എടുത്ത് എഴുതണം കേട്ടോ. ഇറ്റ് ഈസ് എ യൂഷ്വൽ പ്രാക്ടീസ് ടു ത്രോ എവേ യൂസ്ഡ് സെൽസ് ഇൻ ദ സറൗണ്ടിങ്സ്. നമ്മൾ യൂസ് ചെയ്ത ബാറ്ററി സെൽസ് അതൊക്കെ നമ്മൾ സറൗണ്ടിങ്സിൽ വലിച്ചെറിയുന്ന സാധാരണമാണ്. ഡസ് ഇറ്റ് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ത്രോയിങ് എവേ യൂസ്ഡ് സെൽസ് ഇൻ ദ സറൗണ്ടിങ്സ് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താ കാരണം? ദ മെറ്റീരിയൽസ് ഓഫ് ദീസ് സെൽസ് കനോട്ട് ബി ബയോഡിഗ്രേഡഡ്. അത് മണ്ണിൽ അഴുകി ചേർന്ന് പോകത്തില്ല. ഇറ്റ് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് സോയിൽ, വാട്ടർ എറ്റ്സെട്ര. അപ്പോൾ അത് മണ്ണിന്റെ ക്വാളിറ്റിയും വാട്ടറിനെയും ഒക്കെ അതിന്റെ ക്വാളിറ്റീനെ അഫക്ട് ചെയ്യും. എല്ലായിടത്തും പൊല്യൂഷൻ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പം
കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി ചേർക്കാം. നാലാമത്തെ ആക്ടിവിറ്റി, ദ ഫിഗർ ഷോസ് ദ അറേഞ്ച്മെന്റ് ഓഫ് കോട്ടിംഗ് സിൽവർ ഓൺ ആൻ അയൺ റിംഗ്. അയൺ റിംഗിൽ സിൽവർ കോട്ട് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബൈ വിച്ച് നെയിം ദ പ്രോസസ് ഈസ് നോൺ. എന്ത് പേരാണ് ഈ പ്രോസസ് അറിയപ്പെടുന്നത്? നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോ പ്ലേറ്റിംഗ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻവോൾവ് ഹിയർ? ഇവിടെ എന്ത് എനർജി ചേഞ്ച് ആണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഇവിടെ ബാറ്ററി കൊടുത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് അത് കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അയൺ റിംഗിൽ സിൽവർ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഹൗ ഡസ് ദ എനർജി ചേഞ്ച് ഇൻവോൾവ് ഹിയർ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഇൻ സെൽസ്? സെൽസിൽ നടക്കുന്ന എനർജി ചേഞ്ചിൽ നിന്നും ഇവിടെ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സെൽസിൽ എങ്ങനെയാണ് എനർജി ചേഞ്ച്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അതായത് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. Which is the suitable solution used to coat copper on an iron bangle instead of silver? ഇവിടെ സിൽവറിന് പകരം കോപ്പർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് സൊല്യൂഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് 3 ചാപ്റ്റേഴ്സിന്റെ ആക്ടിവിറ്റി കാർഡിലെ ആൻസർ. അടുത്ത 4 ചാപ്റ്ററിൻ്റെതും രണ്ടാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വർഷത്തെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി മുഴുവൻ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്